അപ്രതീക്ഷിതമായി തൻ്റെ വഴികളെല്ലാം പാളിപ്പോയി എന്ന് മനസ്സിലാക്കുന്ന മാനസ ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിക്കുകയാണ്. ഇങ്ങനെയൊരു തിരിച്ചടി ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും? ആകെ കൺഫ്യൂഷനിലായി ഇരിക്കുകയാണ് ഇപ്പോൾ. ഇതേസമയം കാര്യങ്ങളെല്ലാം കലങ്ങി തെളിഞ്ഞതിനെ തുടർന്ന് ഇപ്പോൾ തെറ്റിദ്ധാരണകളെല്ലാം മാറിയിരിക്കുകയാണ് ബലരാമൻ്റെയും അതുപോലെ തന്നെ കൃഷിൻ്റെ മുന്നിലേക്ക് വരുന്ന ബലരാമൻ, ഞാനൊരിക്കലും നിനക്കെതിരെ ഒരു കൊട്ടേഷനും കൊടുക്കാൻ പോകുന്നില്ല. അതാണ് സത്യം. നീ അത് മനസ്സിലാക്കുകയാണ് എങ്കിൽ നല്ലത് കൃഷേ. ഞാൻ എന്തായാലും ഇതുപോലുള്ള ചീപ്പ് ട്രിക്കുകൾക്കൊന്നും നിന്നു കൊടുക്കുന്ന ആളല്ല. അത് നിന്നോട് പറയണമെന്ന് തോന്നി. ചേട്ടാ, ഒരു നിമിഷത്തേക്ക് എനിക്കും തെറ്റുപറ്റി എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. പക്ഷേ ഞാനും തേടിയിറങ്ങിയത് അമ്മയെ അപായപ്പെടുത്തിയ ആളെ കണ്ടുപിടിക്കാനാണ്. അയാളെ കണ്ടുപിടിച്ച് നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കാര്യത്തിൽ ഒരു വിഷമവും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് യാതൊരു വിഷമവുമില്ല. സത്യങ്ങൾ എന്തായാലും തെളിഞ്ഞല്ലോ, അതുതന്നെ വലിയൊരു കാര്യം. ഒരു വിധത്തിൽ നോക്കിയാൽ അതും ശരി തന്നെയാണ്. നമ്മൾ രണ്ടുപേരും ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അതൊക്കെ ശരിയാകും. ഇതേ തുടർന്നാണ് തിരികെ വീട്ടിലേക്ക് ബലരാമൻ എത്തുമ്പോൾ സുജ മുന്നിലേക്ക് വരുന്നത്. നിങ്ങളുടെ തെറ്റിദ്ധാരണകളെല്ലാം ഇപ്പോൾ മാറിയ സ്ഥിതിക്ക് അമ്മയ്ക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? മറ്റൊന്നുമല്ല, ഓണം വരികയാണ്. ഈ വീട്ടിൽ എല്ലാവരും ഓണത്തിന് ഒന്നിച്ചുണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. ഞാൻ ആ കാര്യം ഇപ്പോൾ തന്നെ നിങ്ങളോട് തുറന്നു പറയുകയാണ്. ഇനി ഈ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. എല്ലാവരും ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്തിരിക്കണമെന്നാണ് എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. ഇത് കേട്ടതോടെ ബലരാമൻ, എന്താണ് അമ്മ ഉദ്ദേശിക്കുന്നത്? മനസ്സിലായില്ല. ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയുണ്ടല്ലോ. നിങ്ങളെല്ലാവരും എന്ന് പറഞ്ഞതിൽ കൃഷ് എവിടെ? ഇവിടെ ഓണത്തിന് കൃഷും കൺമണിയും അതുപോലെ തന്നെ കൺമണിയുടെ ഫാമിലിയും ഉണ്ടാകണം. എല്ലാവരും ചേർന്നുകൊണ്ടുള്ള നല്ലൊരു ഓണമാണ് ഞാനിവിടെ ആഗ്രഹിക്കുന്നത്. ഇത് കേൾക്കുന്ന കൃപ, അതെ, അത് തന്നെയാണ് വേണ്ടത്. എന്താ ബലരാമൻ ചേട്ടൻ എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഉണ്ടെങ്കിൽ പറ, നമുക്ക് നോക്കാം. എനിക്ക് എതിർപ്പൊന്നുമില്ല. പോരെ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. ഞാൻ എന്തായാലും ഇനി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അമ്മയുടെ ഇഷ്ടം പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. ശരി സാഗർ, കൃഷിനെ കാണാൻ നമ്മൾ നാളെ തന്നെ പോകുന്നു. ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നിരിക്കണം. അറിയാമല്ലോ. ഇത് കേട്ടതോടെ അതിനെന്താ, ഒരു പ്രശ്നവും ഇതിലില്ല. എല്ലാം നീ പറഞ്ഞതുപോലെ തന്നെ മുന്നിലേക്ക് പോകും. അത് ഞാൻ നൽകുന്ന ഉറപ്പാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയെ ആലോചിക്കാം. ഇതും പറഞ്ഞ് പോകുന്ന പിറ്റേന്ന് തീരുമാനം നടപ്പിലാക്കുന്നതിനായി എത്തിയിരിക്കുകയാണ്, സുജയെയും കൂട്ടിക്കൊണ്ട്. ഇതോടെ ദേവ്ജിയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. മാത്രവുമല്ല, പോകുന്നതിന് മുന്ന് സുജ ബലരാമനെ ചെന്ന് കാണുകയാണ്. രാമ, നീയും ഞങ്ങളുടെ കൂടെ വരണം. ഏയ്, ഞാനൊന്നുമില്ല.
എന്തിനാ ഞാൻ വരുന്നത്? അമ്മയാണ് പറയുന്നത്. നീ വന്നിരിക്കണം. ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. ഞാൻ വീണ്ടും വീണ്ടും ഇനി ഈ കാര്യം നിന്നോട് പറയാൻ പോകുന്നില്ല. നീ മനസ്സിലാക്കിക്കോ. ഇത് കേട്ടതോടെ മറ്റു വഴികൾ തൻ്റെ മുൻപിലില്ല എന്ന് മനസ്സിലാക്കുന്ന ബലരാമൻ ഒടുവിൽ അതിന് തയ്യാറാവുകയാണ്. ഇതോടെ എല്ലാവരും എത്തുകയാണ് ഇപ്പോൾ ദേവ്ജിയുടെ വീട്ടിൽ. ദേവ്ജി എല്ലാവരെയും കണ്ടൊന്ന് ഞെട്ടിപ്പോകുന്നു. അല്ല, എന്തു പറ്റി? ഇതിപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ. ഞാൻ ഇങ്ങനെ എല്ലാവരും ഇവിടേക്ക് കടന്നു വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. എന്തെങ്കിലും വിശേഷമുണ്ടോ? അതെന്താ ദേവ്ജി, ഞങ്ങൾക്കെല്ലാവർക്കും ഇവിടേക്ക് വരണമെങ്കിൽ എന്തെങ്കിലും വിശേഷമുണ്ടാകണമെന്നുണ്ടോ? അങ്ങനെ അല്ല സാഗർ, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എന്താണ് കാര്യമെന്ന് അറിയണമല്ലോ, അതുകൊണ്ട് മാത്രം, അല്ലാതെ ഒന്നും തന്നെയില്ല. എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ, അതുകൊണ്ട് പറഞ്ഞുവെന്ന് മാത്രം. പിന്നെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് വേണ്ടത്. ഇപ്പോൾ തന്നെ ആ മാനസയുടെ ചതി പൊളിഞ്ഞില്ലേ? എല്ലാ സത്യവും എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു. അത് തന്നെ വലിയൊരു കാര്യമല്ലേ? അതുപോലെ കാര്യങ്ങൾ നമ്മൾ മുന്നിലേക്ക് കൊണ്ടുപോയാൽ മാത്രം മതി. പ്രശ്നങ്ങളെല്ലാം നമ്മൾ സോൾവ് ചെയ്തുകൊണ്ട് മുന്നിലേക്ക്. അതെ, ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. ഇത് കേട്ടതോടെ വളരെയധികം സന്തോഷം ആയിരിക്കുകയാണ് സാഗറിനും. പക്ഷേ സുജ മുന്നിലേക്ക് വരികയാണ്. ഞങ്ങളിപ്പോൾ ഇവിടേക്ക് വന്നതിന് ഒരു കാരണമുണ്ട്. അതെന്താ? പറയൂ. പറയാം. സാഗർ വാ ഉള്ളിലേക്ക് എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് ഇരിക്കുകയാണ് എല്ലാവരും. അപ്പോഴേക്കും കൃഷ് അവിടേക്ക് കടന്നു വരുന്നു. സുജയെ കണ്ടതോടെ കൃഷ് മാറി നിൽക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് സുജ കാര്യങ്ങൾ വ്യക്തമാക്കാൻ തയ്യാറാകുന്നത്. ദേവ്ജി, ഞങ്ങൾ ഇവിടേക്ക് വന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഓണത്തിന് ദേവ്ജി വീട്ടിലേക്ക് വന്നിരിക്കണം. ഓണാഘോഷം നമ്മളെല്ലാവരും ഒരുമിച്ച്. അതിനെന്താ, വരാമല്ലോ. ദേവ്ജി എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലുള്ള എല്ലാവരെയുമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് കേൾക്കുന്ന കൃഷാകട്ടെ, ഞാനുണ്ടാവില്ല, എനിക്ക് കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. ദേവ്ജി, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, എല്ലാവരും ഉണ്ടായിരിക്കണം അവിടെ. ഒരുവിധ ഒഴിവ് കഴിവുകളും അനുവദനീയമല്ല, അത് മനസ്സിലാക്കിക്കോ ദേവ്ജി. ഇതോടെ ദേവ്ജിക്ക് കാര്യം പിടികിട്ടുകയാണ്. ശരി, എല്ലാം പറഞ്ഞതുപോലെ തന്നെ നടക്കും, അതിൽ ഒരു മാറ്റവുമില്ല. ഞങ്ങളെല്ലാവരും കൂടെയുണ്ടെന്നേ, അതുകൊണ്ട് ധൈര്യമായി മുന്നിലേക്ക് പോകാം. ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല, ഇത് ഉറപ്പ് നൽകുകയാണ് ഞങ്ങൾ. എന്തായാലും ഇനി നമ്മൾ കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും, അത് ഉറപ്പ് തന്നെയാണ്. ഇതേ തുടർന്ന് ദേവ്ജി കൃഷിനെ കാണുകയാണ്. കൃഷേ, നമ്മൾ പോകുന്നു. എല്ലാവരും ഒരുമിച്ചുള്ള ഒരു ഓണം, അത് കുറേ നാളായില്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്രാവശ്യം അങ്ങനെ തന്നെ നടക്കട്ടെ. വേണ്ട ദേവ്ജി, ഞാൻ അവിടേക്ക് വന്നാൽ ചിലർക്കൊന്നും ഇഷ്ടമാവുകയില്ല. അതുകൊണ്ട് തന്നെ എന്തിനാണ് വെറുതെ ഞാൻ അവിടേക്ക് വലിഞ്ഞു കയറി വരുന്നത്? അത് ശരിയായ കാര്യം തന്നെയാണോ? എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇല്ല എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പറയലേ. ഞങ്ങൾ എത്തും, അത് ഉറപ്പ് തന്നെയാണ്. ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. സാഗർ, ഞങ്ങൾ വന്നിരിക്കും. ഇത് കേൾക്കുന്ന സുജ, ഞങ്ങൾ കാത്തിരിക്കും ദേവ്ജി, നിങ്ങളെല്ലാവരും ഉണ്ടാകണം, അത് എൻ്റെ ആഗ്രഹം തന്നെയാണ് എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോവുകയാണ് ഇപ്പോൾ സുജ. ഇതോടെ സാഗർ മുന്നിലേക്ക് വന്ന കൃഷിനോട്, മോനെ, നീ വന്നിരിക്കണം കേട്ടോ. നിന്നെ വിളിക്കാൻ തന്നെയാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. മാത്രവുമല്ല, ഇതിന് ശേഷം ഞങ്ങൾ പോകുന്നത് കൺമണിയുടെ വീട്ടിലേക്കാണ്. കൺമണിയും
ഞങ്ങളുടെ വീട്ടിലെ അംഗം തന്നെയല്ലേ. അതുകൊണ്ട് കൺമണിയും അവിടെ വരണം. അതിൽ ഒരു മാറ്റവുമില്ല. നീ വരാതിരിക്കരുത്. ഞങ്ങളെല്ലാവരും മനസ്സറിഞ്ഞിട്ടാണ് നിന്നെ വിളിക്കുന്നത്. ആ കാര്യം നീ മറക്കരുത്. ഇതും പറഞ്ഞ് സാഗർ ഇറങ്ങിയതോടെ കൃഷിൻ്റെ മനസ്സ് മാറുകയാണ്. താൻ പോവുക തന്നെ ചെയ്യും എന്ന് കൃഷും ഉറപ്പിക്കുന്നു. നമ്മുടെ ചാനലിൽ ഓണത്തിൻ്റെ ഭാഗമായി ഒരു കോൺടെസ്റ്റ് സംഘടിപ്പിക്കുന്നുണ്ട്. പങ്കെടുക്കുന്നതിനായി ഒന്നും ചെയ്യണ്ട. വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഹാപ്പി ഓണം എന്ന് കമൻറ്റ് ചെയ്യുക. വിന്നേഴ്സിനെ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നതാണ്. കമൻറ്റ് ചെയ്യുന്നവർ മസ്റ്റായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. അതുമാത്രമാണ് ആകെയുള്ള ഇപ്പോഴത്തെ കണ്ടീഷൻ. ഇതേ തുടർന്ന് സുജയാകട്ടെ സാഗറിനെയും കൂട്ടിക്കൊണ്ട് കൺമണിയുടെ വീട്ടിലേക്ക് പോകാനുള്ള തീരുമാനമെടുക്കുകയാണ്. കൺമണി ഒരിക്കലും ഇങ്ങനെയൊരു കടന്നുവരവ് പ്രതീക്ഷിച്ചതല്ല. സുജയും സാഗറും വന്നതോടെ, സുജ മാഡം ഇപ്പോൾ എങ്ങനെയുണ്ട്? കൈയൊക്കെ ഓക്കെയല്ലേ? ആ, ഇപ്പോൾ കാര്യങ്ങളൊക്കെ ബെറ്ററായിട്ട് വരുന്നു എന്നതാണ് സത്യം. അതിൽ ഒരു മാറ്റവുമില്ല. നമ്മൾ എല്ലാവരും ചേർന്നുള്ള ഒരു ഓണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് പറയുന്നതിന് വേണ്ടിയാണ് ഇവിടേക്ക് വന്നത്. അപ്പോഴേക്കും ശ്രീനിവാസൻ അങ്ങോട്ട് കടന്നു വരികയാണ്. അല്ല, സാഗർ സാറോ, വരണം, ഉള്ളിലേക്ക് വരണം. ഇതോടെ സാഗറും സുജയും കൃപയുമെല്ലാം വീട്ടിലേക്ക് കയറുകയാണ്. അല്ല, എന്താ പ്രത്യേകിച്ച് ഇവിടേക്ക് ഒന്നും പറയാതെ? ഞങ്ങളൊരു ക്ഷണവുമായിട്ട് വന്നതാണ്. ക്ഷണമോ? എന്തിൻ്റെ? അല്ല, ഓണമൊക്കെയല്ലേ, നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരു ഓണം ആഘോഷിക്കുകയല്ലേ വേണ്ടത്. അല്ലാതെ എന്ത് സന്തോഷമാണ് നമുക്ക് ചുറ്റും അല്ലേ? അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള എല്ലാവരെയും ഓണത്തിൻ്റെ ആഘോഷത്തിനായി ക്ഷണിക്കാനാണ് വന്നിരിക്കുന്നത്. ഇത് കേട്ടതോടെ ശാന്തയ്ക്കും ധനലക്ഷ്മിക്കും വളരെയധികം സന്തോഷമാവുകയാണ്. ആഹാ, ഇപ്രാവശ്യം ഓണാഘോഷത്തിന് എന്തൊക്കെയാണ് അവിടെ ഉള്ളത്? അതൊക്കെയുണ്ട്, നമുക്കിതെല്ലാം ഗംഭീരമാക്കാം. കൃപ പറയുകയാണ്. അമ്മായിമാരെല്ലാവരും കൃത്യസമയത്ത് അവിടെ ഉണ്ടാകണം. നമുക്ക് ഇപ്രാവശ്യം കാര്യങ്ങളങ്ങ് അടിച്ച് തകർത്ത് പൊളിക്കാമെന്ന്. അതിനെന്താ മോളെ, ഞങ്ങൾ റെഡി. ഇന്ന് അവിടെ വന്നിരിക്കും. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രശ്നവുമില്ല. അത് കേട്ടാൽ മതി. ഇതോടെ സുജ, കൺമണി നീയും വന്നിരിക്കണം കേട്ടോ. കൃഷ്ണനെയൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇനി എന്തായാലും ഈ ആഘോഷം നമ്മൾ മിസ് ചെയ്യരുത്. എല്ലാവരും ചേർന്ന് ഈ ആഘോഷം അതീവ ഗംഭീരമാക്കും. ഇത് കേട്ടതോടെ കൺമണിക്കും സന്തോഷമാവുകയാണ്. മാത്രവുമല്ല, ഇതോടെ അവർ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ശ്രീനിവാസനോട് മനോജിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ? ഇത് കേട്ടതോടെ ധനലക്ഷ്മിക്ക് ദേഷ്യം വരികയാണ്. ഓ, അതിന് സ്വന്തം മകൻ്റെ കാര്യമൊക്കെ നോക്കാൻ എവിടെയാ സമയം? അതിനൊന്നും ഇവിടെ സമയം കിട്ടാറില്ല. മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കി കൊടുക്കുന്നതിനുള്ള സമയമാണ് ഇവിടെയുള്ളൂ. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. സാരമില്ലെന്നേ, ഇതൊക്കെ ശീലമായിക്കൊള്ളും എന്നാണ് ഇപ്പോൾ ഞാൻ മനോജേട്ടനോട് പറയുന്നത്. ധനലക്ഷ്മിയുടെ മുള്ളുവെച്ചുള്ള ഈ വാക്കുകൾ കേട്ടതോടെ കാര്യങ്ങളത്ര നല്ല രീതിയിലല്ല പോകുന്നത് എന്ന് മനസ്സിലാക്കുകയാണ് സുജയും സാഗറും. ഇതോടെ അവർ തൽക്കാലത്തേക്ക് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് മടങ്ങുകയാണ്. പക്ഷേ ഇതേ തുടർന്നാണ് ഈ ആഘോഷത്തെ പറ്റിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ജയമോഹനും കൂട്ടരും അറിയുന്നത്. ജയമോഹൻ മാനസയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറയുകയാണ്. അവരവിടെ ഇപ്രാവശ്യം ഓണാഘോഷം അടിച്ചു പൊളിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനവുമായിട്ടാണ് പോകുന്നത്. അറിഞ്ഞോ നീ ഈ കാര്യങ്ങളൊക്കെ? ഞാൻ കേട്ടിരുന്നു അതേപ്പറ്റി. പക്ഷേ
അവരുടെ ഈ ഓണാഘോഷം ഒരു വൻ ദുരന്തത്തിൽ തന്നെ കലാശിക്കുകയുള്ളൂ. ഈ മാനസയെ വേദനിപ്പിച്ചതിനുള്ള ശിക്ഷ അത് അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഈ മാനസ കൊടുത്തിരിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, എന്താ നിൻ്റെ പ്ലാൻ? എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നത്? അതൊക്കെ ഉണ്ട് അച്ഛാ. എന്നെ വേദനിപ്പിച്ചതിന് ഇഞ്ചിഞ്ചായി ഞാൻ പകരം ചോദിക്കുക തന്നെ ചെയ്യും. ഇത് മാനസയുടെ ഉറപ്പാണ്. അത് അച്ഛൻ കണ്ടോ? ഞാൻ നല്ലൊരു പണി വച്ചിട്ടുണ്ട്. അപ്പോഴാണ് അവിടേക്ക് ഹേമ കടന്നു വരുന്നത്. ദേ, ഓണമായിട്ട് അച്ഛനും മോളും കൂടി പുതിയ തല്ലുകൊള്ളിത്തരമൊന്നും പ്ലാൻ ചെയ്യാൻ നിൽക്കണ്ട. ഞാനത് ഇപ്പോഴേ പറഞ്ഞില്ലെന്ന് വേണ്ട. പിന്നീട് അത് വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ അങ്ങ് അടങ്ങി ഒതുങ്ങി ജീവിക്കുകയാണ് വേണ്ടത്. അല്ലാതെ വീണ്ടും വീണ്ടും ഓരോ പണി എരന്നു വാങ്ങാൻ നിൽക്കാതിരിക്കുക. ഇത്രയുമൊക്കെ കിട്ടിയത് പോരെ? ഇനിയും വാങ്ങണോ? അതിൻ്റെയൊന്നും ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോകാം. ഇവിടെ നല്ല രീതിയിൽ ഓണം ആഘോഷിക്കാം. മനസ്സിലായല്ലോ? അത് അനുസരിച്ച് നിന്നാൽ മതി. ഇതും പറഞ്ഞ് അമ്മ പോയപ്പോൾ ഹേമയോട് പോകാൻ പറ മോളെ, നീ നിൻ്റെ കാര്യവുമായി മുന്നിലേക്ക് പോകൂ എന്ന് ഉപദേശിച്ചിരിക്കുകയാണ് ജയമോഹൻ. ഇതോടെ വാശിയോടെ പുതിയ ചതി പ്ലാൻ ചെയ്യുകയാണ് ഇപ്പോൾ മാനസ. ഇതേസമയം തിരികെ വീട്ടിലേക്ക് എത്തിയതിനെ തുടർന്ന് സാഗറിനോടും സുജയോടും കാര്യങ്ങൾ ചോദിക്കുന്നതിന് തയ്യാറായി എത്തുന്ന ആൻറ്റിയമ്മ കാര്യങ്ങളൊക്കെ ഇപ്രാവശ്യം വളരെയധികം സൂക്ഷിച്ചു വേണം ചെയ്യാൻ. അറിയാമല്ലോ, ആ മാനസയും കൂട്ടരും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്നവരാണ്. അതുകൊണ്ട് അതിനുള്ള ഒരു അവസരം അവൾക്ക് കൊടുക്കരുത്. ഹേയ്, അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല ആൻറ്റിയമ്മ. സാഗർ ഉറപ്പ് നൽകുകയാണ്. കാര്യങ്ങളൊക്കെ ഇപ്രാവശ്യം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടത്തും. കൺമണിയും കൂട്ടരുമൊക്കെ കൃത്യസമയത്ത് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു ഓണം ഇപ്രാവശ്യം നമ്മൾ ആഘോഷിക്കുക തന്നെ ചെയ്യും. അതെ, അത് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഇതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഒന്ന് ഒഴിഞ്ഞുപോയാൽ മതിയായിരുന്നു. അങ്ങനെയാണ് എങ്കിൽ നമുക്കും ഒരു സമാധാനം ലഭിച്ചേനെ. കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഇനി മുന്നിലേക്ക് പോവുക തന്നെ വേണം. ആൻറ്റിയമ്മ, അതങ്ങനെ തന്നെ നടക്കുകയുള്ളൂ. കൃപ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഇനി ആര് എന്തൊക്കെ ശ്രമിച്ചാലും കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് കൊണ്ടുപോകും. ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. നമ്മളാണ് ഇനി കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതിൽ ഒരു മാറ്റവും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അറിയാമല്ലോ, ഇപ്രാവശ്യം വിജയം നമ്മൾ തന്നെ നേടിയെടുക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് കാര്യങ്ങൾ ഇനി എങ്ങനെയൊക്കെയായാലും നമ്മൾ നേരിടും. അതിൽ ഒരു മാറ്റവുമില്ല. പിന്നെ ഓണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നീക്കുക തന്നെ വേണം. ആൻറ്റിയമ്മ കൂടെ ഉണ്ടാകണം. അത് പിന്നെ പറയാനുണ്ടോ? കൃപ, നമ്മൾ ഇപ്രാവശ്യം തകർക്കുക തന്നെ ചെയ്യില്ലേ? കൃപമോളൊക്കെ ഞങ്ങളുടെ കൂടെ ഉള്ളപ്പോഴാണ് പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവുക. ഒരിക്കലുമില്ലെന്നേ. എല്ലാ കാര്യവും ഇനി നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കും. ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. ഇതോടെ വളരെയധികം സന്തോഷത്തിൽ സാഗർ മുകളിലേക്ക് പോവുകയാണ്. ബലരാമനാകട്ടെ കൃഷി വരുന്നതിൽ ചെറിയൊരു വിഷമം ഉണ്ട് എങ്കിലും തൽക്കാലത്തേക്ക് അതൊന്നും കാര്യമാക്കാൻ തയ്യാറാകുന്നില്ല. അപ്പോഴാണ് ബലരാമൻ്റെ മനസ്സിലേക്ക് കൺമണിയും വീട്ടുകാരും പറഞ്ഞത് ശരി തന്നെയാണോ എന്ന ചോദ്യം കടന്നു വരുന്നത്. കൃഷ് ഇനി യഥാർത്ഥത്തിൽ
സുജയുടെ മകൻ തന്നെയാണോ? എൻ്റെ സ്വന്തം അനിയൻ തന്നെയാണോ? എങ്ങനെയാണ് സത്യങ്ങൾ കണ്ടെത്തുക? അവനിപ്പോൾ ആലോചിക്കുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.